എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡയറ്റ് വീഡിയോ ആയിട്ടാണ്. ഡയറ്റിൻ്റെ പേരാണ് എഗ് ഡയറ്റ്. എഗ് ഡയറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റാണ് വെർസറ്റൈൽ വീക്കിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര എഫക്റ്റീവാണ്. കാരണം നമുക്ക് ഡെയിലി ഒരു 1 kg വീതം കുറയ്ക്കാൻ പറ്റും. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സാധ്യമാണോ എന്ന്. ഡെയിലി 1 kg കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയറ്റ് പ്ലാൻ പറഞ്ഞിട്ടിരിക്കുന്നത് വെർസറ്റൈൽ വിക്കിയാണ്. അപ്പോൾ ആ ഡയറ്റ് പ്ലാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഡയറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ വാങ്ങിച്ച കുറച്ച് നൈക്കയുടെ പ്രോഡക്ട്സും പിന്നെ ഒരു ഷോപ്പിനെ പറ്റിയും കൂടി ഒരു പുതിയ ഷോപ്പിനെ പറ്റി നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ കൂടിയാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തിറങ്ങുന്ന ബെൽ ഐക്കണോട് പ്രവർത്തിക്കുകയും കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് ഡിലേ കൂടാതെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡിലേ ആക്കത്തില്ല, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഡയറ്റിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞില്ലേ, എഗ് ഡയറ്റ്. എഗ് ഡയറ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം എഗ്ഗാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. സാധാരണ നമ്മൾ ഡെയിലി നമ്മൾ ഒരു മുട്ട അല്ലെങ്കിൽ കൂടി പോയി 2 മുട്ട ഇതൊക്കെയല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു ഡയറ്റാണിത്. അതോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ളവർ മാത്രം ഈ ഡയറ്റ് ചെയ്യുക. എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരോ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരോ ഒന്നും ദയവ് ചെയ്ത് ഡയറ്റ് ചെയ്യരുത്. ആശുപത്രി ഇതൊരു ക്രാഷ് ഡയറ്റാണ്. ഒരു 12 days അപ്പുറം ഇത് ചെയ്യാൻ പാടില്ല. ആഫ്റ്റർ 12 days ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 12 days എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും ഒരു 12 ദിവസം ഈ പറയുന്ന ഡയറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും വി ക്യാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു 3 days 4 days 5 days ഒക്കെ ഫോളോ ചെയ്യാം കേട്ടോ. അതിനുള്ള കൺട്രോൾ ഉണ്ടെങ്കിൽ അപ്പോൾ ധൈര്യമായിട്ട് ഫോളോ ചെയ്തോളൂ. അപ്പോൾ ഡയറ്റിൻ്റെ പേരാണ് എഗ് ഡയറ്റ്. അപ്പോൾ ഞാൻ എന്താണ് ആ ഡയറ്റ് എന്നും എങ്ങനെയാണ് ആ ഡയറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എഗ് ഡയറ്റിനെ പറ്റി സംസാരിക്കാം കേട്ടോ. അപ്പോൾ എഗ് ഡയറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാവും. എഗ്ഗാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ എഗ്ഗ് നമ്മൾ 1 2 അല്ല കഴിക്കുന്നത്. നമ്മൾ ഒരു ദിവസം 6 മുട്ടയാണ് കഴിക്കുന്നത്. 6 മുട്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. അല്ല, നമ്മൾ ഫുൾ ഹോൾ എഗ്ഗാണ് നമ്മൾ 6 എണ്ണം കഴിക്കുന്നത്. പ്രോബ്ലംസ് ഒന്നും വരത്തില്ല, കൊളസ്ട്രോൾ ഒന്നും വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്തി ആയിട്ടുള്ളവർ മാത്രം ഇത് ചെയ്യുക. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരോ എന്തെങ്കിലും കണ്ടീഷൻസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരോ ഒന്നും മോസ്റ്റ് പ്രോബബ്ലി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താ ഡയറ്റ് എന്ന് നോക്കാം. ഡയറ്റിനകത്ത് ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് എണീറ്റ ഉടനെ 3 മുട്ട 1 ഗ്ലാസ് ഗ്രീൻ ടീ, ഇതാണ് നമ്മൾ കഴിക്കേണ്ടത്. 3 ഹോൾ മുട്ട 1 ഗ്ലാസ് ഗ്രീൻ ടീ ആണ് നമ്മൾ രാവിലെ കഴിക്കേണ്ടത്. ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ആപ്പിൾ കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതായത് 3 മുട്ട 1 ഗ്രീൻ ടീ 1 ആപ്പിൾ. വേണമെങ്കിൽ ഈ 3 മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടയാക്കാം. വയറ് ഫുള്ളാവുകയാണെങ്കിൽ 2 മുട്ടയാക്കിക്കോ. അതർവൈസ് 3 മുട്ട കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഉച്ചക്കലത്തെ. നൈറ്റ് നമ്മൾ പറയുന്നത് നൈറ്റ് ഒരു ഓട്സ് ആണ്. അതായത് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് രാത്രി കേട്ടോ. അപ്പോൾ ഓട്സ് ആണ് നമ്മൾ രാത്രി കഴിക്കേണ്ടത്. ഓട്സ് നമ്മൾ പാലിൽ കലക്കാം, പാലിൽ ഓട്സ് കലക്കാം. എനിക്ക് തോന്നുന്നു സ്കിംഡ് മിൽക്ക് ആയിരിക്കും ബെറ്റർ. അപ്പോൾ സ്കിംഡ് മിൽക്കാണ് ഇന്നത് ഒഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സ്കിംഡ് മിൽക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ പാലിൻ്റെ വെള്ളം കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം കൂടി ചേർത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാൽ കുടിക്കില്ലേ, അപ്പോൾ അതുപോലെ കുടിക്കാം. ലൈക്ക് തിക്കാക്കാതെ തിന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ കുടിക്കാം. അല്ലാതെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കിംഡ് മിൽക്കാണ്. അപ്പോൾ സ്കിംഡ് മിൽക്ക് ഒഴിച്ച് നമ്മൾ ഓട്സ് കഴിച്ചാൽ 1 ഗ്ലാസ് സ്കിംഡ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു 4 to 5 tablespoon ഓഫ് ഓട്സ് നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മൾ വയർ ഫുള്ളാവുന്ന പോലെ കഴിക്കുക കേട്ടോ. അങ്ങനെ ഭയങ്കരമായ റെസ്ട്രിക്ഷൻസ് ഒന്നും ഓട്സിൽ വരുന്നില്ല. ഫൈബർ കണ്ടന്റ് അടങ്ങിയ സാധനമാണ് ഓട്സ്. സോ ഇറ്റ്സ് ഹെൽത്തി. അപ്പോൾ രാത്രി നമ്മൾ ഓട്സാണ് കഴിക്കുന്നത്. അപ്പോൾ ഓട്സിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, പ്രോബ്ലം ഇല്ല. ഇതിനകത്ത് ഏറ്റവും മെയിൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഓട്സിനകത്ത് ഷുഗർ ആഡ് ചെയ്യാം. ഒരു 2 teaspoon ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. ഈ മറ്റേ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഇപ്പോൾ ഷുഗേഴ്സൊക്കെ കിട്ടത്തില്ലേ, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഡയറ്റ് ഷുഗേഴ്സൊക്കെ കിട്ടത്തില്ലേ, അത് ആഡ് ചെയ്യാം. കോക്കനട്ട് ഷുഗർ ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷുഗർ എന്ന് പറയുന്നത് പോയ്സണസ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ വൈറ്റ് പോയ്സൺ ആണെന്നല്ലേ ഷുഗറിനെ പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ. നമുക്ക് സാധാരണ ലൈഫിലാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോക്കനട്ട് ഷുഗറോ അല്ലെങ്കിൽ ഇതുപോലെ ഡയറ്റ് ഷുഗേഴ്സോ യൂസ് ചെയ്യുന്നതൊക്കെയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യുക. അങ്ങനെ ഓട്സ് കുടിക്കുക. അതാണ് നിങ്ങളുടെ രാത്രിയത്തെ ആഹാരം. പിന്നെ നമ്മൾ കിടക്കുന്നതിന് ഒരു 1 hour മുന്നേ നമ്മൾ 1 ഗ്ലാസ് ഗ്രീൻ ടീ ആണ് കുടിക്കേണ്ടത്. ഇതാണ് ഒരു ടോട്ടൽ മെനു.
നമ്മൾ ഈ 3 മീൽസിലും നമ്മൾ ഗ്രീൻ ടീ ഉൾപ്പെടുത്തണം. രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഗ്രീൻ ടീ കുടിച്ചിരിക്കണം. ഇതാണ് എഗ് ഡയറ്റിൻ്റെ ഡയറ്റ് ചാർട്ട്. അപ്പോൾ വിചാരിക്കും ഈ ഇത്രയും എഗ്ഗ് കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ വരില്ലേ? കൊളസ്ട്രോളൊന്നും വരില്ല കേട്ടോ. ഹെൽത്തി ആയിട്ട് ഞാൻ പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ചെയ്യണം. കൊളസ്ട്രോളൊന്നും എനിക്ക് കൂടിയിട്ടൊന്നുമില്ല, കൊളസ്ട്രോളൊന്നും കൂടുകയില്ല. ഇതൊക്കെ ടീനേജേഴ്സിന് പറ്റിയ ഒരു ഡയറ്റാണ് കേട്ടോ. ടീനേജേഴ്സിനും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളവർക്കൊക്കെ പറ്റിയൊരു ഡയറ്റാണ്. ഇപ്പോൾ നമ്മളൊരു ഇത് ഒരു വാർണിംഗ് സൈൻ, നമ്മൾ 12 ഡേയ്സ് അപ്പുറം ഇത് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ഒരു കണ്ടന്റ് ആയിട്ടുള്ള നമുക്കൊരു ന്യൂട്രിയൻസ് വേണം, അതോടൊപ്പം വൈറ്റമിൻസ് വേണം, എല്ലാം നമുക്കൊരു ബാലൻസ്ഡ് രീതിയിൽ വേണം. അതൊന്നും വളരെ കുറവായ സ്ഥിതിക്ക് വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ കുറവായതിനാൽ നമ്മളൊരു 12 ഡേയ്സ് അപ്പുറം ഇത് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിലും ആർക്കും ഇതൊരു 12 ഡേയ്സ് അപ്പുറം ഒന്നും ചെയ്യാൻ പാടാണ്, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഈ ഡയറ്റ് എങ്ങനെ ചെയ്തത്? ക്രാഷ് ഡയറ്റ് ആണെന്ന് നമുക്കറിയാം. ഡെയിലി ഒരു 1 kg കുറയുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഈ ഡയറ്റ് ചെയ്തത് ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സ് ഞാൻ അടുപ്പിച്ചെടുക്കും, ഒരു 5 kg കുറയ്ക്കും. എന്നിട്ട് ഞാനൊരു 5 ഡേയ്സ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ, ആ കിട്ടുന്ന ഒരു ടൈമിൽ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം, നമുക്ക് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മളെപ്പോഴും ഇപ്പോൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ, ഏതൊരു ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്, മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ്, ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. സോ നമുക്ക് ഡയറ്റിന് അതിനെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഒക്കെ വരുവാണെങ്കിൽ അത് നമ്മൾ മാഷപ്പായി മെയിൻറ്റെയിൻ ആയി പൊക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതാണ് ഈ ഡയറ്റ്. മോർണിംഗ് 3 മുട്ട 1 ഗ്രീൻ ടീ, ഉച്ചയ്ക്ക് 3 മുട്ട 1 ഗ്രീൻ ടീ 1 ആപ്പിൾ, രാത്രി ഓട്സ്. അപ്പോൾ ഓട്സ് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കണം. അതിനുശേഷം ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്ക് വിശക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് അല്ലെങ്കിൽ കുക്കുംബറിന് കലോറി വളരെ കുറവാണ്. സോ കുക്കുംബർ കഴിക്കാം, ഒരു പ്രോബ്ലം ഇല്ല. കുക്കുംബർ എടുക്കാം, ക്യാരറ്റ് യൂസ് ചെയ്യാം. ഒരുപാട് ക്യാരറ്റ് വേണ്ട, ക്യാരറ്റ് യൂസ് ചെയ്യാം എന്നാലും ഓക്കെ. അപ്പോൾ ഇതാണ് എഗ് ഡയറ്റ് എന്ന് പറയുന്നത്. ഡെയിലി ഐ ഗ്യാരണ്ടി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ 1 kg ഡെയിലി കുറയും. പ്രോപ്പറായിട്ട് 1 kg കുറഞ്ഞിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്തില്ല, കുറച്ചൊക്കെ ചീറ്റ് ചെയ്താൽ കൂടി ഒരു 500 ഗ്രാംസ് 1/2 കിലോ എങ്കിലും കുറഞ്ഞിരിക്കും. ബട്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ 1 കിലോ ഷാർപ്പായിട്ട് കുറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുക. ദിസ് ഈസ് നെവർ ഹാംഫുൾ. ഇതൊരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുക കേട്ടോ. ഒരു 5 ഡേയ്സ് ചെയ്യുക, പിന്നെ ഒരു 5 ഡേയ്സ് നമ്മൾ സാധാരണ രീതിയിൽ ഫുഡ് കഴിക്കുക, ഒരു 5 ഡേയ്സ് ചെയ്യുക, വീണ്ടും ഒരു 5 kg കുറയ്ക്കുക, സാധാരണ രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യമല്ല. സോ രാവിലെ എണീറ്റ് എല്ലാവരും വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതും കുടിക്കുക കേട്ടോ, കൂടുതൽ എഫക്റ്റീവാണ്. അപ്പോൾ ഇനി ഞാൻ അടുത്തത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഷോപ്പിനെ പറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ ഷോപ്പിനെ പറ്റി. ഇത് ട്രിവാൻഡ്രം മാൾ ഓഫ് ട്രാവൻകൂറിനകത്ത് തുടങ്ങിയ ഒരു കുട്ടി ഷോപ്പാണ് കേട്ടോ. ഷോപ്പിൻ്റെ പേരാണ് ഇതാണ് കേട്ടോ അവരുടെ കവറ്, mydesignation.com ലൈഫ് സ്റ്റൈൽ ഫാഷൻ സ്റ്റോർ എന്നാണ്. കുട്ടി ഷോപ്പാണ് കേട്ടോ, നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിനകത്തുള്ള. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇത് വന്നിട്ട് നമുക്ക് ഒരു ടീഷർട്ട്സ് കസ്റ്റമൈസ് ചെയ്ത് തരും. അതായത് കുറേ രസകരമായിട്ടുള്ള മലയാളം ക്യാപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് ടീഷർട്ട്സ് റെഡിമെയ്ഡായിട്ടും അവിടെ ഉണ്ട്, ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട്. അവിടെ ഒരു കാറ്റലോഗ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അതിനകത്തുള്ള എല്ലാം ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ജാങ്കോ ഞാൻ പെട്ടു, ഐ ആം ദ സോറി അളിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ലവ്ലി മലയാളം ക്യാപ്ഷൻസ് നമുക്ക് ടീഷർട്ട്സിൽ പ്രിൻറ്റ് ചെയ്ത് തരും. അതോടൊപ്പം തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഫുൾ സ്ലീവ് ടീഷർട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. നമ്മുടെ ഫോട്ടോ വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻസ് ഒക്കെ ഒരു 7 ഡേയ്സ് ഗ്യാപ്പിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ ടീഷർട്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് എന്നല്ല, അവരുടെ റേറ്റ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണെങ്കിലും അല്ലാതെ റെഡിമെയ്ഡ് ഷോപ്പ് ചെയ്യുന്നതിനാണെങ്കിലും അവർ പ്രൈസ് ചെയ്യുന്നത് 400 റുപ്പീസാണ് ഒരു ടീഷർട്ടിന്. അപ്പോൾ ഞാനും ഒരു ടീഷർട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാപ്ഷൻ നോക്കി ഞാൻ അങ്ങ് പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്തത് ഈ ഒരു ടോപ്പ് ഇതാണ് കേട്ടോ. ഇതെനിക്ക് വാങ്ങിച്ചതല്ല, എൻ്റെ ബ്രദറിന് വാങ്ങിയതാണ്. അവിടെ ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ രണ്ടുപേർക്കും റെഡിമെയ്ഡും ഉണ്ട്, കസ്റ്റമൈസ് ചെയ്തും തരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഐ ആം ദ സോറി അളിയ. എനിക്ക് ക്യാപ്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങി. ഭയങ്കര ലവ്ലി പ്ലേസാണ്. നമുക്ക് പൊളി ഓഫ് ദി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെഡിമെയ്ഡ് തന്നെ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ മാൾ ഓഫ് ട്രാവൻകൂറിലൊക്കെ പോവുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്നത്തെ ടീനേജേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട കുട്ടി നല്ല ക്യാപ്ഷൻസും ഐറ്റംസും ഒക്കെ ആയിട്ട് നമുക്ക് ടീഷർട്ട് കസ്റ്റമൈസ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. mydesignation.com എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇനി നമ്മൾ ഗേൾസിനുള്ളൊരു ബെസ്റ്റ് പാർട്ടാണ്
ആസ് യൂഷ്വൽ നൈക്കയുടെ കുറച്ച് പ്രൊഡക്ട്സ്. ആക്ച്വലി ഞാൻ ഭയങ്കര വണ്ടഡായിപ്പോയി. കാരണം മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ടിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഇന്നലെ ആക്ച്വലി മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ടിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ നൈക്കയുടെ ഷോപ്പ് കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ഓൺലൈനിൽ മാത്രം ഞാൻ ആക്ച്വലി ഇവിടെ ട്രിവാൻഡ്രത്ത് കണ്ടിട്ടുള്ളൂ. ബട്ട് നമ്മൾ ഗേൾസിലൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടൊരു സംഭവമാണ്. മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ടിൽ നൈക്കയുടെ ഷോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 200 rupees ഓഫ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ കവറാണ് കേട്ടോ, ഒരു പിങ്ക് കളർ. അപ്പോൾ അവിടെ ഒരു ബോക്സാണ്, ഒരു ബ്യൂട്ടിഫുൾ ബോക്സ് അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആക്ച്വലി 3 പ്രൊഡക്റ്റാണുള്ളത്. ഞാനത് കയ്യിൽ കൊടുത്താൽ അപ്പോൾ ഈ 3 പ്രൊഡക്ട്സാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ 3 പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ 3 ബോക്സ് മതി. അപ്പോൾ ആദ്യത്തെ വന്നിട്ട് നൈക്കയുടെ ഫൗണ്ടേഷനാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. സ്കിൻ ഷീൽഡ് ആൻറ്റി പൊല്യൂഷൻ ഫൗണ്ടേഷൻ എന്നാണ് കേട്ടോ. അത് ആക്ച്വലി വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കേക്കി ഫീലിംഗ് ഇല്ല. ഞാൻ ആക്ച്വലി 2 ടൈം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കറക്റ്റ് ടോൺ നമുക്ക് ഇതിൻ്റെ ഫൗണ്ടേഷൻ കിട്ടും. ചിലത് നമുക്ക് 2 മിക്സ് ചെയ്തൊക്കെ ഇടേണ്ടി വരത്തില്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടോൺ കിട്ടും കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള ടോൺ കിട്ടും. നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ട്രൈ ചെയ്യാം. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു 799 rupees ആണ്. ബട്ട് 200 rupees ഓഫ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത് വന്നിട്ട് ഇതാ നൈക്കയുടെ ഒരു ബ്യൂട്ടിഫുൾ കവറിങ് ആണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ബ്യൂട്ടിഫുൾ കവറിങ് ആണ് ഇത്. വന്നിട്ട് സ്കിൻ ജീനിയസ് സ്കിൻ പെർഫെക്റ്റിംഗ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് കോമ്പാക്റ്റ്. ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡിൻ്റെ പേര് 4 വന്നിട്ട് ഷെയ്ഡ് നമ്പർ 4 കോസി ചെസ്നട്ട് എന്നാണ് കേട്ടോ പേര്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് ഒരു 700-നകത്തായിരുന്നു. ബട്ട് എനിക്ക് 500 something rupees-നാണ് കിട്ടിയത് കേട്ടോ. പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡ് ബോഹോ എന്നാണ് ആക്ച്വലി എഴുതിയിരിക്കുന്നത്. ഒരുമാതിരി ഒരു ന്യൂഡ് കളറാണ്. ബട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളർ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ലെറ്റ് മീ ട്രൈ. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് കോങ്കണ്ണൊന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ മൊബൈലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. നമുക്ക് ക്യാമറ കാണുന്ന പോലെയല്ല, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റ്. അപ്പോൾ നൈക്കയുടെ ഒരുപാട് ഇത് വന്നിട്ട് ഒരു 400 അടുപ്പിച്ചുണ്ടായിരുന്നു. എനിക്ക് അതൊന്നും ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പം എന്താ പറയുക, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നൈക്കയുടെ കാര്യത്തിൽ. ഞാൻ അതോടൊപ്പം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഓൺലൈനിൽ മാത്രം കണ്ടിട്ടുള്ള സാധനം നേരിട്ട് ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം mydesignation.com നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അടിപൊളി ടീഷർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും. അതോടൊപ്പം നൈക്കയും ട്രൈ ചെയ്യുക. നൈക്ക ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാൾ ഓഫ് ട്രാവൻകൂറിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് കേട്ടോ. നമ്മുടെ എൻട്രൻസ് ഭാഗത്തിന്, നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്തിനുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഡയറ്റും ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ പർച്ചേസ്, അല്ലെങ്കിൽ ഇന്നത്തേതുമായ പർച്ചേസുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയിൽ കൂടെ അത് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ എഗ് ഡയറ്റിൻ്റെ ഫുഡിങ് പാറ്റേൺ. ഇത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ.